ഹലോ എവ്രിവൺ, വെൽക്കം ടു പ്രാംസ് കിച്ചൻ. നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു സ്പൈസി ചിക്കൻ റോസ്റ്റാണ്. ചിക്കൻ റോസ്റ്റ് പലതരത്തിൽ ചെയ്യാം. മല്ലി മുളകും വറുത്തരച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഗരം മസാലയും ചിക്കൻ മസാലയും കൂടി മിക്സ് ചെയ്ത് ചെയ്യാം. പിന്നെ സാധാരണ ഉള്ളി വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് ഗരം മസാലയും ചിക്കൻ മസാലയും സ്പൈസ് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഞാനിന്ന് ചെയ്യാൻ പോണത് ചെറിയുള്ളി വെച്ചിട്ടാണ്. അതും വഴറ്റലൊന്നുമില്ല. ചെറിയുള്ളി മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വയ്ക്കണ കൂട്ടത്തിൽ തന്നെ ഞാൻ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യാമെന്നും ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.2 kg ചിക്കൻ നല്ല ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് നല്ലോണം ഒരു 3-4-5 പ്രാവശ്യം ഞാൻ സാധാരണ വാഷ് ചെയ്തെടുക്കാറുണ്ട്. നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ട് പിന്നെ വിനേഗറും സോൾട്ടും യൂസ് ചെയ്തിട്ട് പിന്നെയും ഒരു 2-3 പ്രാവശ്യം കൂടി ഞാൻ വാഷ് ചെയ്തിട്ട് പിന്നെ വെള്ളം ഊറ്റി വെച്ചിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഈ ചിക്കൻ്റെ പച്ചമണം മാറി കിട്ടാനാണ് കേട്ടോ വിനേഗറും സോൾട്ടും യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യണത്. ചെറിയുള്ളിയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇപ്പോൾ ചെറിയുള്ളി ഒരു 150 ഗ്രാമോളം വരും. ഏകദേശം 25 ചെറിയുള്ളി ഉണ്ടാവും. പിന്നെ വേണ്ടത് 10 അല്ലി വെളുത്തുള്ളി, പിന്നെ 12 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ 2 ഇഞ്ച് പീസ് ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ചെറിയുള്ളി നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ, മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂൺ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നാടൻ ചിക്കനിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു സ്പെഷ്യൽ രുചിയാണ്. ഇനി ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ചെറിയ പീസസ് ആക്കിയിട്ട് ബ്ലെൻഡറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ വെളുത്തുള്ളിയും ചതച്ചെടുത്തു. അതേപോലെ തന്നെ പച്ചമുളകും ഒരുമിച്ച് ചതച്ചെടുത്താലും മതി. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ സെപ്പറേറ്റ് ചതച്ചെടുത്തത് കാണിച്ചത് അളവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഞ്ചി ചതച്ചത് 2.5 ടേബിൾ സ്പൂണോളം വരും. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചതച്ചത്. പിന്നെ പച്ചമുളകിൻ്റെ കാര്യം പറയണ്ടല്ലോ, 12 പച്ചമുളക്, അത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ. ഇങ്ങനെ നാടൻ ചിക്കൻ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചി എപ്പോഴും വെളുത്തുള്ളിയേക്കാളും കുറച്ച് കൂടുതൽ എടുക്കണം. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പാൻ ചൂടാക്കണത്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം വരും കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ആ സമയം നമുക്ക് ആദ്യം മല്ലിപ്പൊടി മൂപ്പിച്ചു കൊടുക്കണം. ഫ്ലെയിം ലോയിലായിരിക്കണം കേട്ടോ എപ്പോഴും, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ കളറൊന്നും മാറിയിട്ടില്ലേ, ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ മാതിരി ബേൺ ആയി പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് മാറ്റി വെക്കണം കണ്ടോ, കാരണം ആ അടുപ്പിന് തന്നെ നല്ല ചൂടുണ്ടാവും. കാരണം അത്രയും മതി, മുളക് പൊടി ഒന്ന് ബേൺ ആയി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ചെറിയുള്ളി നമുക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് ചിക്കൻ, അതിന് വേണ്ടിയിട്ടാണ് ചെറിയുള്ളി അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക.
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ മൂപ്പിച്ച് വെച്ചില്ലേ മല്ലിപ്പൊടിയും മുളക് പൊടിയും വെളിച്ചെണ്ണയിൽ, അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വഴറ്റലിൻ്റെ പരിപാടിയേ ഇല്ല ഈ ചിക്കൻ റോസ്റ്റിന്. ഇപ്പോൾ നമ്മളിതാ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കൻ. ഈ സമയം ഞാൻ എന്താ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യണത്. 2 ടേബിൾ സ്പൂൺ കേട്ടോ, അത്ര ആഡ് ചെയ്യണുള്ളൂ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു 1 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, വെളിയിൽ തന്നെയാണ് വെച്ചത്. 1 മണിക്കൂർ കറക്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു പ്ലേറ്റ് കൊണ്ട് നന്നായിട്ട് അടച്ച് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ ഒന്ന് തുറന്ന് നോക്കി. അപ്പം മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഗരം മസാലയും പെപ്പർ പൗഡറും മാരിനേറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് ചിക്കൻ കറി ആവണ സമയത്ത്, അതായത് ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയത്താണ് കേട്ടോ ആഡ് ചെയ്യണത്. ഇതാ ഞാൻ ഇരുമ്പ് ചീഞ്ചട്ടിയാണ് എടുക്കുന്നത്. ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് കൂടുതൽ അത് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടാനും, പിന്നെ ആ ഒരു ബ്ലാക്ക് കളറാവണ ഒരു ചിക്കൻ ഉണ്ടല്ലോ നാട്ടിലൊക്കെ കിട്ടുന്ന മാതിരത്തെ, അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ എടുത്താലാണ് അത് കൂടുതലും ആ ഒരു ടൈപ്പ് ചിക്കൻ കിട്ടുക നമുക്ക്. അപ്പോൾ ഇതാ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇനിയും വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നേരിട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ വെള്ളം, ഞാൻ ആകെ വെള്ളം ആഡ് ചെയ്യണത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ചേർക്കുന്നുണ്ട്. അത്ര മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. അതല്ലാതെ ചിക്കൻ വേവണത് ചിക്കനിൽ നിന്ന് തന്നെ വരണ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് നോക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, ഇപ്പോൾ തുറന്നപ്പോഴാണ് കാണുന്നത് ചിക്കനിൽ നിന്നുള്ള ആ വെള്ളം ഊറണത് കണ്ടില്ലേ. ഓക്കെ, ഇനി നമ്മൾ ചിക്കൻ്റെ വേവ് ആവണ വരെ കുറച്ച് നേരം കൂടി അടച്ചു വയ്ക്കുക. 5-6 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതാ കണ്ടോ, കുറച്ചും കൂടി വെള്ളം വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന് തന്നെ. ഈ സമയം നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ചെക്ക് ചെയ്യണം. പിന്നെ ചിക്കൻ്റെ വേവും നോക്കണം. അപ്പോൾ ഇതാ ഇപ്പോൾ ഞാൻ വീണ്ടും അടപ്പ് തുറന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുകയാണ്. ഈ സമയം നോക്കിയപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ചിക്കൻ. ഈ സമയത്ത് വേണം നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ദാ ഗരം മസാല ആഡ് ചെയ്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ ശരിക്കും ആ ഒരു കളറൊക്കെ ശരിക്കും ഡാർക്കായിട്ട് മാറുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ആ ചില്ലി പൗഡറിൻ്റെ കളറാണ്, ഒരു റെഡിഷ് കളറാണ് ആയിരുന്നത് ചിക്കന്. ഇപ്പോൾ ഇതാ പെപ്പർ പൗഡർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്കും കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ചിക്കൻ്റെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് നമുക്ക് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനിയിപ്പം അടയ്ക്കാതെ നമ്മൾ നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ല റോസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ എപ്പോഴും കുറച്ച് നേരം അടച്ച് വയ്ക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് ഒരു ആവിയിലിരുന്നിട്ട് കുക്കാവില്ലേ ചിക്കൻ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കൂടി അടച്ചു വയ്ക്കുന്നത് സെർവ് ചെയ്യണതിന് മുന്നേ. പിന്നെന്താ, ഊണ് കഴിക്കാറാവുമ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ ഈ ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് സ്പൈസി ചിക്കൻ റോസ്റ്റ്. സ്പൈസി ഡിഷസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ചിക്കൻ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.